സൈഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സൈഫ്, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ശ്രദ്ധേയ മുഖങ്ങൾ ആരൊക്കെയാണ്? പുതുതായിട്ട് 3 പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളായി വന്നിരിക്കുന്നത്. KK ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് KK ശൈലജ ഇതുവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തതെങ്കിൽ PK ശ്രീമതി പ്രായത്തിന്റെ പേരിൽ ഒഴിവായപ്പോൾ അവിടേക്ക് KK ശൈലജയെ കൊണ്ടുവരികയാണ് പാർട്ടി നേതൃത്വം. പിന്നീടുള്ളത് MP ജയരാജനും CN മോഹനനും. CN മോഹൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. ഈ 2 ജില്ലാ സെക്രട്ടറിമാരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നു. അതുകൊണ്ട് 2 ജില്ലാ സെക്രട്ടറിമാരും ആ സ്ഥാനം ഒഴിഞ്ഞ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടി വരും. അത് പിന്നീട് ജില്ലാ കമ്മിറ്റി ചേർന്നായിരിക്കും തീരുമാനമെടുക്കുക. ഇതിൽ പ്രത്യേകതയായി നമ്മൾ നോക്കിക്കാണേണ്ടത് PK ശ്രീമതിയും AK ബാലനും ആനാവൂർ നാഗപ്പനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അതിന് പകരമാണ് 3 പേരെ കൊണ്ടുവന്നിരിക്കുന്നത്. 17 അംഗ സെക്രട്ടേറിയറ്റിനാണ് കൊല്ലം സംസ്ഥാന സമ്മേളനം രൂപം നൽകിയിരിക്കുന്നത്. ഇതിൽ കുറച്ച് പേരുകൾ പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. MP രാജേഷിന്റെയും P ജയരാജന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഉദയഭാനുവിന്റെയും P ശശിയുടെയും പേരെല്ലാം പറഞ്ഞു കേട്ടതാണ്. ഈ പേരുകൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അത് 3 പേരെ മാറ്റി 3 പേരെ പുതുതായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അത് 3 പേർ P ജയരാജനെ ഇത്തവണയും പാർട്ടി പരിഗണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ നിന്നുള്ള സീനിയർ ആയിട്ടുള്ള നേതാവായിരുന്നു P ജയരാജൻ. അദ്ദേഹം കഴിഞ്ഞ സമ്മേളനത്തിലും അതിന് മുന്നോടിയായുള്ള സമ്മേളനത്തിലും എല്ലാം അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ തക്ക അദ്ദേഹം സീനിയോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വം അത് പരിഗണിച്ചിട്ടില്ല. എന്താണ് കാരണമെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിലെ ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കും. എന്തായാലും P ജയരാജനെ പരിഗണിച്ചില്ല. MP ജയരാജൻ, ജില്ലാ സെക്രട്ടറിയായ MP ജയരാജനെയാണ് അവിടെ പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുമ്പോൾ അതിൽ 3 പുതുമുഖങ്ങൾ ആണ് ഉള്ളത്. MP ഗോവിന്ദൻ EP ജയരാജനെ സെക്രട്ടേറിയറ്റിൽ നിലനിർത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പ്രായത്തിന്റെ പേരിൽ പുറത്തു പോകുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം ഉയർന്നു നിന്നിരുന്നു. എന്നാൽ 75 വയസ്സെന്ന പ്രായപരിധി അത് കർശനമായി നടപ്പാക്കുമ്പോഴും EP ജയരാജൻ 75 വയസ്സ് തികയാത്തോട്ട് അദ്ദേഹത്തിന് ഇളവ് കിട്ടുകയാണ്. ജൂൺ മാസത്തിൽ അദ്ദേഹത്തിന് 75 വയസ്സ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും നിലനിർത്തിയിരിക്കുന്നത്. ഇതിൽ പ്രത്യേകതയായി നോക്കിക്കാണേണ്ടത് 3 പേരാണ്. ഒന്ന്, ഒരു വനിത പോകുന്നു. PK ശ്രീമതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 7 വനിതാ അംഗമായിരുന്നു. P സതീദേവിയും KK ശൈലജയും എല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലായിരുന്നു. പക്ഷേ KK ശൈലജയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KK ശൈലജയെ MP ജയരാജൻ CN മോഹനനെയുമാണ് പുതുതായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടറിയായി MP ഗോവിന്ദൻ വീണ്ടും CPMന്റെ സംസ്ഥാനത്തെ പാർട്ടിയുടെ തലപ്പത്തേക്ക് വീണ്ടും എത്തിച്ചേർക്കുന്നു. കൊല്ലം സംസ്ഥാന സമ്മേളനം ഐകകണ്ഠേനെ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം 89 അംഗ സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സമ്മേളനം അംഗീകാരം നൽകുകയും ചെയ്തു. 17 പുതുമുഖങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 15 പേരാണ് പുതുതായിട്ട് വരുന്നത്. 2 പേർ ക്ഷണിതാക്കളായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ബിജു കണ്ടക്കയും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും. ഇവർ രണ്ടും സ്ഥിരാംഗങ്ങളാവുകയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ. ബാക്കിയുള്ള 15 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടി വേണമെങ്കിൽ നമുക്കത് പ്രേക്ഷകരെ അറിയിക്കാം. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 5 ജില്ലാ സെക്രട്ടറിമാർ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാൽ, അതുപോലെ തന്നെ വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ, തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ഈ 5 ജില്ലാ സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരികയാണ്. പിന്നീടുള്ളത് MP ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. 89 അംഗ സംസ്ഥാന സമിതിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റും കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് സൈഫ് സൈനുലാബ്ദീൻ നൽകിയത്.